നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാറുണ്ടോ? അതുപോലെ തിരിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തരാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഖദീജ എല്ലാ പ്രാവശ്യവും ദുബായിൽ നിന്ന് വരുമ്പോൾ ഞാനൊന്നും ആവശ്യപ്പെടാതെ എനിക്കൊരുപാട് ഗിഫ്റ്റ് കൊണ്ടുവരാറുണ്ട്. ഈ പ്രാവശ്യം വന്നപ്പോഴും ഒരുപാട് ഗിഫ്റ്റ് വന്നു കേട്ടോ. ഞാൻ കാണിക്കാം. ഇത്രയും ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. ഓക്കെ, പിസ്ത. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. എനിക്ക് എല്ലാ പ്രാവശ്യവും ഈത്തപ്പഴം ശുക്രിയാണ്. ഇതൊക്കെ സ്വീറ്റ്സ് ആട്ടോ. തീർന്നിട്ടില്ല, ഒരുപാടുണ്ട്. പിന്നെ കണ്ടല്ലേ, ഇതൊക്കെ അവർ കൊടുക്കുന്ന ഗിഫ്റ്റുകളാണ്. പിന്നെ നല്ല ഊതിൻ്റെ ഒരു അത്തറുണ്ട്. ഈ ഗിഫ്റ്റുകളെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്ന ആളെ ആ മുഖത്തുണ്ടാവുന്നൊരു തെളിച്ചല്ലേ, ആ ഒരു പുഞ്ചിരില്ലേ, അത് വാക്കുകൾക്ക് അതീതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ ചെറുതും വലുതുമായിട്ടുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുക. ഏറ്റവും ആദ്യം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. അവരെ നമ്മളോടൊന്നും ആവശ്യപ്പെടില്ല, എങ്കിലും നമ്മൾ മക്കൾ അവർക്ക് കണ്ടറിഞ്ഞ് ഗിഫ്റ്റുകൾ കൊടുക്കണം. അപ്പോൾ നാളെ മുതൽ മറക്കണ്ട, ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കൊരുപാട് സ്വീറ്റ്സ് എല്ലാം കിട്ടി. ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും ഞങ്ങൾക്കില്ലേ. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇതെന്താണെങ്കിലും ഞാൻ പൊട്ടിക്കുന്നില്ല. ഈ വരുന്ന ഡിസംബർ 7 സ്നേഹവീടിൻ്റെ ഒരു സ്നേഹസംഗമുണ്ട് വണ്ടൂർ പുഷ്പാഞ്ജലിയിൽ വെച്ചിട്ട്. അവിടെ വരുന്ന സ്നേഹപുഷ്പങ്ങൾക്ക് കൊടുക്കും ഞാൻ. എൻ്റെ വകയല്ല കേട്ടോ, ഖദീജാത്തൻ്റെ വകയായിട്ട്.